ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് രേണുസുതി എത്തുന്നുവെന്നറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. നെഗറ്റീവായാലും പോസിറ്റീവായാലും രേണുവിന്റെ ഭാഗത്തു നിന്നും നിറയെ കണ്ടന്റുകൾ ഉണ്ടാകുമെന്ന് അവർ ഉറപ്പിച്ചു. എന്നാൽ ഷോയിലേക്ക് എത്തിയ രേണുസുതി പ്രേക്ഷക പ്രതീക്ഷയ്ക്ക് ഒത്ത് ഉയരുന്നില്ലെന്നാണ് വലിയൊരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. സ്ഥിരമായ തലവേദന അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും താരത്തിനുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ രേണുവിനെ അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിശേഷിപ്പിച്ചത് വലിയ വിവാദമാകുകയും മോഹൻലാൽ എത്തിയപ്പോൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഒരാഴ്ച കൊണ്ട് ആ വിഷയത്തിൽ രേണുവിനെ കൊണ്ട് ക്ഷമ സ്വീകരിപ്പിക്കുകയെന്ന ടാസ്കും അക്ബറിന് നൽകിയിട്ടുണ്ട്. അക്ബർ കിടന്ന് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും താൻ മാപ്പ് നൽകില്ലെന്ന നിലപാടിലാണ് രേണുസുതി ഇപ്പോഴും തുടരുന്നത്. പലപ്പോഴും ഇക്കാര്യം സ്വയം കണ്ണാടിയുടെ മുമ്പിൽ പോയി പറയുന്നുമുണ്ട്. ഇതോടെ ഈ സ്വയം പറച്ചിൽ സ്ട്രാറ്റജി സുഹൃത്ത് മുൻ ബിഗ് ബോസ് താരം കൂടിയായ രഞ്ജിത്ത് കുമാർ പഠിപ്പിച്ചു വിട്ട തന്ത്രമാണോ ഇതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു. രേണുസുതി ശ്രമിച്ചാലും ഇല്ലേലും അക്ബർ ഗെയിം കളിച്ചു വോട്ട് നേടുന്നു. ഉഡായിപ്പ് രേണു PR കസിൻസിന്റെ വോട്ട് നേടുന്നു. അക്ബർ ഇനി നീ ഇവളുടെ പുറകെ മാപ്പ് ചോദിച്ചു നടന്ന് നിന്റെ വില കളയരുത്. നിന്നെ വേട്ടപ്പട്ടി എന്നും ഇവൾ വിളിച്ചില്ലേ, അതും നീ ലാലേട്ടനോട് കംപ്ലൈന്റ് ചെയ്യണം. തലയും ചൊറിഞ്ഞ് എപ്പോഴും കരച്ചിലും ഉറക്കവുമായി സുഖിക്കുന്ന ഉഡായിപ്പ് രേണുവിനെ വിട്ട് കളയുക എന്നാണ് ഒരു അക്ബർ ആരാധകൻ കുറിക്കുന്നത്. രേണു എന്താണ് ഇങ്ങനെ, വേറെ കണ്ടന്റ് ഒന്നുമില്ലേ? ഈ കണ്ണാടിയുടെ മുന്നിൽ പോയി ഇങ്ങനെ നാണം കെട്ട നാടകം കളിക്കൽ ആദ്യം നിർത്തണം. രേണു ശ്രമിച്ചാൽ കണ്ടന്റ് ഉണ്ടാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് അവർ മനസ്സിലാക്കണം. എന്നിട്ട് മടി മാറ്റിവെച്ച് നല്ല രീതിയിൽ കളിക്കാൻ നോക്കുകയാണ് വേണ്ടത്. കണ്ടന്റുകൾ കൊടുത്താൽ നെഗറ്റീവായാലും പോസിറ്റീവായാലും രേണു ചർച്ചാ വിഷയമാകും എന്ന് ഉറപ്പാണ്. അത് അവരെ ഷോയിൽ ഉറപ്പിച്ചു നിർത്തുമെന്നും ആളുകൾ കൂട്ടിച്ചേർക്കുന്നു.